ഹലോ ഗായ്സ്, വെൽക്കം ടു റാസ്ബെറി ഗെയിമിംഗ്. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റുമായിട്ടാണ്. മൈൻക്രാഫ്റ്റിലൊരു പുതിയ സീരീസുമായിട്ടാണ്, ലെറ്റ്സ് പ്ലേ സീരീസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഗായ്സ്. ഓക്കെ, ഒരു അടിപൊളി സീരീസ് ആക്കിയിട്ട് കൊണ്ടുപോകണമെന്നാണ് താല്പര്യം. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഗായ്സ്, നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോൺ ഏരിയ. നമ്മളൊരു എംപ്റ്റി മാപ്പൊക്കെ ഉണ്ട്. മാപ്പിൽ നോക്കി നമുക്ക് എല്ലാവരും തുടങ്ങുന്ന പോലെ തന്നെ ഫസ്റ്റ് മരം മുറിച്ച് തുടങ്ങും. മൈൻക്രാഫ്റ്റിൻ്റെ ഒരു നെയിമാണല്ലോ ഫസ്റ്റ് മരം മുറിക്കുക എന്നുള്ളത്. ഓക്കെ, ഇങ്ങനെ വുഡ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഇതൊരു ലോങ് സീരീസ് ആയിട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നത്. അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുള്ളൊരു സീരീസ്, നല്ല ജസ്റ്റ് ഫാം അങ്ങനത്തെ മാത്രമല്ല, കുറച്ച് വെറൈറ്റി ബിൽഡുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ലേശം വെറൈറ്റി ആയിട്ടുള്ള ഒക്കെ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഗെയിമത്തെ എല്ലാ സാധനവും നമ്മൾ കളക്ട് ചെയ്യണം. ഇപ്പോൾ വുഡാണെങ്കിൽ എല്ലാ ടൈപ്പ് വുഡ്, സ്പ്രൂസ്, മാംഗ്രോവ് അങ്ങനത്തെ എല്ലാ ടൈപ്പ് വുഡും, ഇപ്പോൾ എനിമൽസ് ആണെങ്കിൽ അത് അങ്ങനത്തെ എല്ലാ ടൈപ്പും നമ്മളിങ്ങനെ കളക്ട് ചെയ്യണം. അങ്ങനത്തെ ഒരു സീരീസ് പോലെ നമ്മുടെ അടുത്ത് എല്ലാ സാധനങ്ങളും വേണം എന്നുള്ളൊരു സീരീസ് പോലെ. ഓക്കെ, ഇപ്പോൾ നമുക്ക് കളക്ട് ചെയ്തിരിപ്പോൾ ഓക്ക് വുഡ് നമുക്ക് ഇവിടെ നിന്ന് ഫസ്റ്റ് ടൈം തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ബെർച്ച് വേണം, സ്പ്രൂസ്, മാംഗ്രോവ് അങ്ങനത്തെ അക്കേഷ്യ, അങ്ങനെ എല്ലാ ടൈപ്പ് വുഡ് നമുക്ക് കളക്ട് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ സാധനവും വുഡ് മാത്രമല്ല, നമുക്ക് അങ്ങനെ എല്ലാം കളക്ട് ചെയ്യണം. ഓക്കെ, ഈ ഗെയിമിലുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഈ സീരീസിൽ എന്തൊക്കെയാണെന്നും എക്സ്പ്ലോർ ചെയ്യാനും എല്ലാം നമുക്ക് ഈ സീരീസ് തീർക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ വുഡ് പ്ലാങ്ക് ആക്കാം. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്തു. നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ടൂൾസൊക്കെ സെറ്റാക്കാം. ടൂൾസ് എന്ന് പറയാനല്ല, ജസ്റ്റ് ഒരു പിക്കാക്സ് മാത്രം നമുക്ക് ഫസ്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് സ്റ്റോൺ എടുത്തിട്ട് സ്റ്റോൺ ടൂൾസിലോട്ട് മാറാം. ഓക്കെ, ബെർച്ച് വുഡ് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് വുഡ് ഇപ്പോൾ ഇവിടെ നിന്ന് ലഭിക്കാതെ വലിയ ഡൗട്ടൊന്നുമില്ല. പിന്നെ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിത് ഇങ്ങനെ എപ്പിസോഡ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഡിസ്പ്ലേൻ്റെ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് കുറച്ച് കോബിൾ സ്റ്റോൺസ് എന്തായാലും ഇവിടുന്ന് മൈൻ ചെയ്യുക. അത്യാവശ്യം നമ്മളെ ആവശ്യമുള്ള ടൂൾസിന് മാത്രം വേണ്ടിയിട്ടുള്ള കോബിൾ സ്റ്റോൺ നമുക്ക് ആൾക്കാരെ ഒന്ന് മൈൻ ചെയ്യുക. 10-11 നമുക്ക് ഇവിടുന്ന് എന്തായാലും മൈൻ ചെയ്തെടുക്കാം, അതായിരിക്കും നന്നാവുക. ഓക്കെ, ഒരു 12 കോബിൾ സ്റ്റോൺ ഞാൻ ഇവിടുന്ന് മൈൻ ചെയ്തെടുത്തേക്ക്. ഓക്കെ, നമുക്ക് മുകളിലോട്ട് കയറി ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങോട്ട് പോവാം. ഓക്കെ 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 അവിടെ സ്പ്രൂസും ഉണ്ട്. അപ്പോൾ നമുക്ക് 3 ടൈപ്പ് വുഡ് ഇപ്പം തന്നെ ഏകദേശം കിട്ടിയില്ല. നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, കുറച്ച് ക്രാഫ്റ്റ് ചെയ്തിട്ട് ആക്സ് ഉണ്ടാക്കി, പിക്ക് ആക്സ് ഉണ്ടാക്കി. ഓക്കെ, ഒരു സ്റ്റിക്ക് കൂടെ ഉണ്ടാക്കിയിട്ട് ഒരു ഷവലും ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ ഫ്രണ്ടിലോട്ട് അത് എല്ലാം എടുത്തും വെക്കാം. ഓക്കെ, സ്ട്രൈക്ക്. ഓക്കെ, ഇതൊക്കെ വന്നിക്കി. ഓക്കെ, പിക്ക് ആക്സായി ഷവലായി എല്ലാം ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈപ്പ് ആയിട്ടുള്ള ഓക്കിൻ്റെ വുഡും അതിൻ്റെ സാപ്ലിങ്ങും കിട്ടിയിട്ടുണ്ട്. ഇനി അതിന് തൊട്ട് താഴത്ത് ബെർച്ചുണ്ട്. നമുക്ക് അങ്ങനെ ബെർച്ചും കട്ട് ചെയ്യാം. ഓക്കെ, ബെർച്ചിൻ്റെ വുഡും കട്ട് ചെയ്യും. ഇതുപോലെ തന്നെ എല്ലാം നമ്മൾ കളക്ട് ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ ബെർച്ച് വുഡും കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ സ്പ്രൂസ് ഉണ്ട്, അവിടേക്ക് പോകണം. അതിന് മുന്നേ ഇതിൻ്റെ സാപ്ലിങ്ങൊക്കെ ഒന്ന് കിട്ടട്ടെ. ഓക്കെ, നമുക്ക് ഇത് ലീഫ് ഒന്ന് ആക്കി നോക്കാം. നമുക്ക് തന്നെ മുറിച്ച് നോക്കാം. ആ ഒരു സാപ്ലിങ് വീണ്. ഓക്കെ, അതിൻ്റെ ഒരു സാപ്ലിങ് കിട്ടി. ഒരു 2 സാപ്ലിങ് തന്നെ കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് പിന്നെ അങ്ങനെ ചെയ്യാം, വളർത്തിയിട്ടാക്കാം. നമ്മൾ എല്ലാ വുഡ് ടൈപ്പും യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്യും. അതുപോലെ തന്നെ എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും ഒരു വെറൈറ്റി സീരീസ്. എല്ലാ സംഭവം നമ്മൾ കളക്ട് ചെയ്യും. ജസ്റ്റ് ഡിസ്പ്ലേ ആണ്, ഒരു വീടുണ്ടാക്കുക, ഫാം ഉണ്ടാക്കുക, ജസ്റ്റ് അങ്ങനെയല്ല. നമ്മൾ വെറൈറ്റി ആയിട്ട് ഇപ്പോൾ കസ്റ്റം വില്ലേജ് കുറേ പ്ലാൻ ഉണ്ട്. അങ്ങനെ നമ്മൾ കുറേ ബിൽഡുകൾ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് അവിടെ സ്പ്രൂസ് കാണുന്നുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, അങ്ങോട്ട് നമുക്ക് കുറച്ച് കുടുങ്ങിയ വഴിയാണ്, നമുക്ക് ഇതിലോട്ട് പോവാം. അപ്പോൾ ചാനലിലായി മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ പറഞ്ഞ് വെറുപ്പിക്കുന്നുണ്ടെങ്കിൽ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് വീഡിയോസ് ഇടാനുള്ള ഒരു മൈൻഡ് വരും. സപ്പോർട്ട് ചെയ്യുന്നില്ല, നമുക്ക് വീഡിയോ ഇടാനും തോന്നില്ല. ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല വിചാരിച്ചിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ വീഡിയോ ഇടാൻ തോന്നും. ഓക്കെ, നമുക്ക് ഇങ്ങനെ ടോപ്പിലോട്ട് കയറാം. നമുക്ക് ഈ ലീഫ് കട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് മുകളിലോട്ട് കയറാം. ഓക്കെ, ഇവിടെ ഒരു ക്ലിഫുണ്ട്. ഓക്കെ, അത് അവിടെയാണ് നമ്മുടെ സ്പ്രൂസ് കണ്ടത്. നമ്മൾ സ്പ്രൂസിനടുത്ത് ഒരു ഐസ് ബയോ എന്നല്ല, കുറച്ച് സ്നോ ഒക്കെ ഉണ്ട് ഇവിടെ, വേറെ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, നമ്മളങ്ങനെ ടോപ്പിലെത്തിയിട്ടുണ്ട്.
നമുക്ക് ചെറുത് മുറിക്കാം. എന്തായാലും വലിയ ട്രീ ഒന്നും നമ്മൾ മുറിക്കുന്നില്ല, കയ്യൊന്നുമില്ല. നമുക്ക് ചെറിയ സ്പ്രൂസിൻ്റെ ട്രീ മുറിക്കാം. ഓക്കെ, നമ്മളങ്ങനെ അത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഒന്ന് ലീഫ് സാപ്ലിംഗ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളത് 15 വുഡ് ലോഗും സ്പ്രൂസ് ലോഗും 6 സ്പ്രൂസ് സാപ്ലിങ്ങും കളക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കിപ്പോൾ തന്നെ. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ 3 വുഡ് ടൈപ്പ് കിട്ടി, ഓക്ക് കിട്ടി, ബെർച്ച് കിട്ടി, സ്പ്രൂസ് കിട്ടി. ഇനി നമുക്ക് മാംഗ്രോവ് വേണം, ചെറി ബ്ലോസം ആനിമൊക്കെ വേണം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിതായിപ്പോൾ കുറച്ച് ലോങ് വന്നപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് മെലൺ കിട്ടി. അപ്പോൾ നമുക്ക് ഫുഡിനാകെയുള്ളത് മെലൺ മാത്രമാണ്. അപ്പോൾ നമുക്കത് കഴിക്കാം. അതുപോലെ തന്നെ ഇവിടെ തന്നെ ഉണ്ട് ജംഗിൾ വുഡും ഉണ്ട്. അപ്പോൾ നമുക്ക് ജംഗിൾ വുഡും എടുക്കാം. അതുപോലെ നൈറ്റ് ആവുന്നുണ്ട്. ഞാൻ എന്തായാലും ഈ ജംഗിൾ വുഡ് കുറച്ചും കട്ട് ചെയ്തിട്ട് നൈറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. ഡേ 1 ഇവിടെ കഴിയാൻ പോവുകയാണ്. നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ട് ഡേ 1 ഇവിടെ കഴിയാൻ ഡേ 2 സ്റ്റാർട്ട് ആവാൻ പോവുകയാണ്. ഡേ 1 സൂര്യോദയമാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ഫസ്റ്റ് ഡേ കഴിഞ്ഞിരിക്കുന്നു. ഫസ്റ്റ് ഡേ കഴിയുമ്പോൾ തന്നെ നമുക്ക് 4 ടൈപ്പ് ഓഫ് ഫുഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഒരു ഗോൾ പോലെ തന്നെ ഫസ്റ്റ് എപ്പിസോഡ് ഗോളായിക്കോട്ടെ, കളക്ടിങ് എന്താ പറയുക, ഓൾ ടൈപ്പ് ഓഫ് ഫുഡ്. അതിപ്പോൾ 4 ടൈപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഈ എപ്പിസോഡ് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുക, ബേസ് ഉണ്ടാക്കേണ്ട എവിടെയാണെന്ന് കണ്ടുപിടിക്കുക, ഇങ്ങനത്തെ വുഡൊക്കെ ഒന്ന് കളക്ട് ചെയ്യുക, നമുക്ക് പോകുന്ന വായിക്കാൻ കിട്ടുന്ന വുഡൊക്കെ കളക്ട് ചെയ്യുക, അതൊക്കെ തന്നെ. ഇനി നമുക്കത് അവിടെ തന്നെ നമ്മൾ ഒരു എന്താ പറയുക ബാമ്പു കാണുന്നുണ്ട്. അവിടെ ഒരു ബാമ്പു ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഓക്കെ, അവിടെയാണ് ഒരു ബാമ്പു ഉള്ളത്. ഇവിടെ വേറെ എവിടെയും അടുത്തൊന്നും ഇല്ലല്ലോ, ഇല്ല. ഓക്കെ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, ഇവിടെ വെയിൻ ഉണ്ട്, അത് വഴി പോവാം. ടോപ്പിലോട്ട് കയറട്ടെ. ഓക്കെ, അവിടെ നമുക്ക് കുറച്ച് ബാമ്പു കാണാം. നമ്മൾ ആ ബാമ്പു എടുത്തിട്ട് അതുകൊണ്ട് നമുക്ക് കുറേ ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ടാക്കാമല്ലോ. പുതിയ അപ്ഡേറ്റിൽ നമുക്ക് അങ്ങനത്തെ ബാമ്പു ഉപയോഗിച്ച് കുറേ ബ്ലോക്കുകൾ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതും ഒരു ടൈപ്പ് ഓഫ് ഫുഡാണ്, നമുക്ക് അങ്ങനെയും പറയാം, ഒരു ടൈപ്പ് ഓഫ് ഫുഡാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഈസിയായി. ഓക്കെ, അപ്പോൾ 5 ടൈപ്പ് കൂട്ടാം. ബാമ്പൂവിൻ്റെ നമുക്കൊരു ഫുഡായിട്ട് കൂട്ടാമല്ലോ. 5 ടൈപ്പ് ഓഫ് ഫുഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം തന്നെ. ഓക്കെ, 5 ടൈപ്പ് അല്ലേ? ആണ്. ഒരു ബെർച്ച്, ഒരു ജംഗിൾ, ബാമ്പു, സ്പ്രൂസ്, ഓക്ക്. ഓക്കെ, 5 ടൈപ്പ് ഫുഡ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഗുഡ്. നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് നല്ല ലക്കുള്ളൊരു സീരീസാണ് ഗൈസ് എന്തായാലും ഇത്. 5 ടൈപ്പ് ഓഫ് ഫുഡ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഈ മെലൺ മാത്രമാണ് നമുക്കിപ്പോൾ ഫുഡ് കഴിക്കാൻ. ഞാൻ വേറെ എക്സ്ട്രാ ഒന്നും ഒരു മോബിനെയും കണ്ടിട്ടില്ല. ഈ ക്രീപ്പർ, സ്കെലിട്ടണ്, സോംബി അല്ലാണ്ട് നമുക്ക് അല്ലാണ്ട് ആവശ്യമുള്ള മോബിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ മെലണാണ് നമ്മുടെ ഫുഡ് സോഴ്സ്. അപ്പോൾ ഇത് ഇവിടെ ഈ ജംഗിൾ വന്നുകൊണ്ട് മാത്രം. ഓക്കെ, നമുക്ക് കുറച്ച് മെലൺ എടുക്കാം. അപ്പം മെലൺ ഇങ്ങനെ കഴിക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് അവിടെ 2 പാരറ്റ് കാണുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് 2 തത്താനെ കാണാം. നമ്മുടെ 13 സീഡ് ഉണ്ട്, നമുക്ക് കിട്ടും. നോക്കാം, 13 സീഡ് മതിയാവും വിചാരിക്കുന്നു 2 തത്തയ്ക്ക്. നമുക്ക് മുകളിലോട്ട് കയറാം. മുകളിലോട്ട് കയറാൻ പറ്റില്ല, താഴെ വീണു. നമുക്ക് മുകളിലോട്ട് കയറാം. നമ്മളെ പഠിപ്പിക്കണം, നമുക്ക് കയറാനൊക്കെ അറിയാം. നമ്മൾ ഈ വെയിൻ ഉപയോഗിച്ച് കയറുന്നതാണ്. ഓക്കെ, പറ്റത്ത് ആക്കി കയറി. ഓക്കെ, അത് നോക്കാം. ഓക്കെ, ഒറ്റ ഒന്ന് ടൈമായിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ ഗൈസ്, 2 സീഡ് കൊടുത്തപ്പോഴേക്ക് 2ഉം ടൈമായി. നമുക്ക് 2 തത്തമേനെ ഇവിടുന്ന് കിട്ടി. അപ്പോൾ നിങ്ങളിതിൻ്റെ പേരെന്തായാലും കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ ഗൈസ്, ഇതിനോരോന്നിനും ഓരോ പേര് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, 2ഉം നോക്കും, 2ഉം ഒരേ കളറാണ്. 2ഉം കാണാൻ നല്ല രസമുണ്ട്, നല്ല ഒരു വൈബ് ഉണ്ട്. ഫസ്റ്റ് തന്നെ നമുക്കൊരു പെറ്റിനെയും കിട്ടിയിട്ടുണ്ട്. 2 പെറ്റിനെ കിട്ടിയിട്ടുണ്ട്. 2ഉം തത്തമയാണ്. ഓക്കെ, ഒന്നുകൊണ്ട് കയറി. ഇനി മറ്റേതിനടുത്തോട് കയറ്റട്ടെ. ഒന്ന് നമ്മുടെ ഷോൾഡറിൽ ഇപ്പോൾ കയറിയിരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ പെറ്റ്. ഇതിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയേണ്ടതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് നമുക്ക് ഇനിയും കുറച്ചിങ്ങനെ ഫ്രണ്ടിലോട്ടൊക്കെ ഇങ്ങനെ പോയി നോക്കാം. നമുക്ക് എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാ ടൈപ്പ് ഫുഡും കിട്ടണമല്ലോ, നമുക്ക് എല്ലാ ഫുഡും നോക്കാം. ഓക്കെ ഗൈസ്, അവിടെ അതാ ചെറി ബ്ലോസം ബയോമില്ല, ആ ഒരു ട്രീ, അതിൻ്റെ പേരെന്തായാലും ചെറി ബ്ലോസം, അങ്ങനെ ചെറി ബ്ലോസം അല്ല, എന്തായാലും പറയുക, ഇതിൻ്റെ നെയിം എന്തായിരുന്നു മറന്നുപോയി. ആ ഒരു ട്രീ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിൻ്റെ ലോഗോ കൂടി നമുക്ക് ഇവിടുന്ന് കിട്ടാം. ഇപ്പം തന്നെ നമുക്ക് ഏകദേശം
5-6 ടൈപ്പ് വുഡ് നമുക്ക് ഇവിടുന്ന് കിട്ടി. ഇനി നമുക്ക് മാംഗ്രൂവും അക്കേഷ്യയോട് കിട്ടിയാൽ നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ഫുഡും നമുക്ക് ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞു. ഈ നമ്മളെ ഓവർ വേൾഡിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് ഫുഡും നമുക്ക് കിട്ടി. അക്കേഷ്യയും മാംഗ്രൂവ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ഗൈസ്. ഓക്കെ, ഇതിന് ലീഫ് നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കണോ അതോ അത് താനേ പോവും? നമ്മൾ വുഡെല്ലാം വെട്ടിക്കഴിഞ്ഞാൽ ഈ ട്രീ ആദ്യമായിട്ടാണ് ഞാൻ വെട്ടുന്നത്. നമ്മളെല്ലാം നമ്മളൊരു യൂസായിട്ട് ഈ ട്രീ ഞാൻ ഉപയോഗിക്കാറില്ല. ഈ സീസണിൽ ഞാൻ പ്രത്യേകം ഇത് യൂസ് ചെയ്യാൻ വിചാരിച്ചത്. ഓക്കെ, നമുക്കിതിന് ഇത് കൊടുക്കാൻ കഴിയില്ല. ഓക്കെ, അത് വേണ്ട. ഓക്കെ ഗൈസ്, ഇത് നമുക്ക് ഇതിൻ്റെ 2-3 സാപ്ലിങ് കൂടി കിട്ടണം. നമുക്ക് എന്തായാലും ഇത് ഈ ഇലയൊന്നും വിൽക്കൊന്നും ഇല്ലേ? ഒരു സാപ്ലിങ് വീഴുന്നില്ല. നമുക്കെന്നെ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, നമുക്കെന്നെ പൊട്ടിച്ച് നോക്കാം. അല്ല, താനേ പോകുന്നുണ്ട്. ഓക്കെ, സാപ്ലിങ്. ഓക്കെ, നമുക്കൊരു സാപ്ലിങ് കിട്ടി. ചെറിയ ലോഗ്. ഓക്കെ, ചെറിയ ലോഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സാപ്ലിങ്ങും കിട്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് 1 2 3 4 5 6 6 ടൈപ്പ് ഓഫ് വുഡ്, അതിനൊക്കെ ലോഗും അതിനൊക്കെ സാപ്ലിങ്ങും നമുക്ക് കിട്ടിയിട്ടുണ്ട്. 6 ടൈപ്പ്. ഓക്കെ ഗൈസ്, അവിടെ അക്കേഷ്യ. ഓക്കെ ഗൈസ്, അക്കേഷ്യയുടെ വുഡ് നമുക്ക് ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം 7 ടൈപ്പ് വുഡ് കിട്ടി. ഇനി ഓവർ വേൾഡിൽ മാംഗ്രൂവും കൂടി മാത്രമേ കിട്ടാനുള്ളൂ. ബാക്കി എല്ലാ ടൈപ്പ് ഓഫ് ഫുഡും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാ ടൈപ്പ് ഓഫ് ഫുഡും നമ്മുടെ അടുത്തുണ്ട്. ഓക്കെ, എല്ലാം ആണെങ്കിൽ അക്കേഷ്യ ഉണ്ട്, പിന്നെ ബാമ്പു ഉണ്ട്, ഓക്ക് ഉണ്ട്. ഓക്കെ, നമുക്ക് ഡാർക്ക് ഓക്ക് കിട്ടിയിട്ടില്ല അല്ലേ? ഡാർക്ക് ഓക്കും മാംഗ്രൂവ് 2 ടൈപ്പ് ഓഫ് ഫുഡ് നമുക്ക് കിട്ടാതെ. ഡാർക്ക് ഓക്കും കിട്ടിയിട്ടില്ല, മാംഗ്രൂവും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് രണ്ടും കൂടിയാണ് കിട്ടാനുള്ളത്. ഓക്കെ ഗൈസ്, ബാക്കി എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു മെയിൻ ഗോളായ എക്സോൺ ഒരു മെയിൻ ഗോൾ നമ്മൾക്ക് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടെണ്ണം കൂടിയാണ് ഇനിയൊരു ഗോളുള്ളതാണ് നമ്മുടെ ബേസ് ഉണ്ടാക്കാനുള്ള ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ ഗൈസ്, ഞാൻ എന്തായാലും ആ ഒരു ഏരിയ കണ്ടുപിടിച്ച് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെയാണ് നമ്മുടെ ബേസ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ അല്ല, ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച ഏരിയ. ഇവിടെയല്ല നമ്മുടെ ബേസ്. ഇവിടെ നമ്മൾ ഓരോ ബിൽഡുകൾ കൊണ്ടുവരും. നമ്മളൊരു ബേസ് ആയിരുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇതിൽ നമ്മൾ ഓരോ ഭാഗത്ത് ഓരോരു ബിൽഡായിട്ടായിട്ട് ചെയ്യുക. ഓരോ ഐലൻഡായിട്ടാണ് ചെയ്യുക. ഞാൻ ലേശം കൂടി പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ നോക്കി. പക്ഷേ ഈ ഒരു ലുക്കും ഈ ഒരു ആ ഒരു ഹില്ലിനെ മുകളിൽ നിന്നുള്ള വാട്ടർഫോൾസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇവിടെ തന്നെ ഒരു ബേസ് സെറ്റ് ചെയ്യാൻ തോന്നി. പിന്നെ ഇതിനടുത്താണ് സെറ്റ് ചെയ്യാൻ വിചാരിച്ചത്. ഇവിടെയല്ല, ലേശം കൂടി ഒന്ന് അങ്ങോട്ട് മാറി ലേശം ഒരു പ്ലെയിൻ ആയിട്ടുള്ള ആ ഒരു ഐലൻഡ് കണ്ടില്ലേ, അവിടെയാണ് നമ്മുടെ ബേസ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ഹില്ലുണ്ട്, ഇവിടെ ഒരു ഹില്ലുണ്ട്. ആ ഹില്ല് നമുക്ക് വെറൈറ്റി ബിൽഡുകൾ കൊണ്ടുവരാം. പിന്നെ നമുക്ക് ബേസ് ഐലൻഡ് നമുക്ക് കുറേ ഐലൻഡുകളായിട്ട് തിരിക്കാം. കുറേ ഐലൻഡുള്ള രൂപത്തിലായതുകൊണ്ട് നമുക്ക് കുറേ ഐലൻഡുകളായിട്ട് നമ്മൾ ബേസ് ഐലൻഡ് അല്ലാണ്ട് നമ്മൾ ഫാമിങ്ങിന് വേറെ ഒരു കസ്റ്റം വില്ലേജാണ്, കസ്റ്റം വില്ലേജിൻ്റെ ഒരു ഐലൻഡ്, അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് വെറൈറ്റി ബിൽഡുകൾ കൊണ്ടുവരാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മാത്രം സ്ഥലമുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ഈ ഒരു ഐലൻഡിലായിരിക്കും നമ്മളെ വീടുണ്ടാക്കാൻ പോകും. നമ്മളെ ഫസ്റ്റ് സ്റ്റാർട്ടർ ബേസ് സ്റ്റാർട്ടർ എല്ലാം നമ്മുടെ മെയിൻ ബേസ് മൊത്തം ഇവിടെ ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ മെയിൻ ബേസ് ഏരിയ അറിയുന്നത് ഇതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ ബേസൊക്കെ എവിടെയാണ് വരാൻ പോകുന്നത്? ഈ എപ്പിസോഡ് നമ്മളത് സ്റ്റാർട്ടർ ബേസ് ആക്കുന്നില്ല. നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യുക, ബേസ് ഉണ്ടാക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ വിചാരിച്ചത്. എന്തായാലും സ്റ്റാർട്ടർ ബേസ് ഒന്നും ഈ എപ്പിസോഡിലാക്കില്ല, അടുത്ത എപ്പിസോഡിൽ എന്തായാലും ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഓരോ എപ്പിസോഡും ഓരോ ഗോള് പോലെ, ഓരോ ടാസ്ക് പോലെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇതിൽ നമ്മുടെ 2 ടാസ്ക് ആയിരുന്നു. ഒന്ന് നമ്മുടെ ബേസ് ഉണ്ടാക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കുക, പിന്നെ ഓരോ ടൈപ്പ് ഓഫ് ഫുഡ് കണ്ടുപിടിക്കുക. അതിൽ നമ്മളിപ്പോൾ ഒരു 6 ടൈപ്പ് 5 ടൈപ്പ് ആയിട്ട് ഞാൻ കണ്ടുപിടിച്ചു. ഇനി ബാക്കി അതുണ്ട്, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ ദിവസത്തെ ഗോൾ. അപ്പോൾ 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ബേസ് ഉണ്ടാക്കാനുള്ള ഏരിയ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ കണ്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മളിതിൻ്റെ ഓരോ വീഡിയോസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.